Coital este proyecto? Este proyecto de las 6 casas es un proyecto. This is a project that belongs to the 13 houses project. കണ്ണിന് ഇത്തിരി കാഴ്ചക്കുറവുണ്ട്, അങ്ങനെ പോലും ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണില്ലെങ്കിലും ഈ 6 വീടില് 5 വീട് തൃശ്ശൂർ അതിരൂപത സെൻട്രൽ കൗൺസിൽ നേരിട്ട് പണിത്, ഒരു വീട് തയ്യൂർ കോൺഫറൻസും പണിത്. ഹേ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഹൗസ് വാമിംഗ് ആയിട്ടാണ്. അത് ഒരു വീടല്ല, 1 2 3 6 ഹൗസ് വാമിംഗ് ആണ് ഇവിടെ നടക്കണേ. അപ്പൊ ഈ 6 ഹൗസ് വാമിംഗ് നമ്മുടെ സെൻട്രൽ കൗൺസിൽ ഓഫ് വിൻസെന്റ് പോള് 5 വീടാണ് ഇവർക്ക് പണിത് കൊടുത്തേക്കണേ. അതിൽ ഒരു വീട് തയ്യൂർ വിൻസെന്റ് പോളാണ്. അപ്പൊ അത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് താക്കോൽ ദാനവും അതിന്റെ വെഞ്ചിരിപ്പ് നടക്കും. വെഞ്ചിരിപ്പ് ചെയ്യണത് നമ്മുടെ മാർ ആൻഡ്രോസ് സ്ഥാനത്ത് തൃശ്ശൂർ അതിരൂപത മെത്രാപോലിത്ത. ഉദ്ഘാടനം ചെയ്യണത് ബ്രദർ ജുവാൻ മാനുവൽ ബുർഗോ ഗോമസ്, ഇന്റർനാഷണൽ പ്രസിഡന്റ് ആണ്. ഇന്നത്തെ ബ്ലോഗ് ആ പരിപാടിയാണ്. അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് കടന്നാലോ. സത്യത്തിൽ ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു പരിപാടി തികച്ച അഭിമാനപൂർവ്വം നിങ്ങൾക്ക് ഉൾക്കൊള്ളാം. അപ്പൊ നിങ്ങൾ വിൻസെന്റ് പോൾ സംഘടനയുള്ളവരാണല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുമ്പോ എങ്ങനെ അതിനെ നോക്കി കാണുന്നു, അല്ലെങ്കിൽ അതിന്റെ സന്തോഷം ജസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കോ? വളരെ അഭിമാനപൂർവ്വമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അഭിമാനം ഒക്കെ, പക്ഷെ ഇത്രയും അധികം എഫേർട്ട് ഇവിടെ പേരെടുത്തുണ്ട്. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒരു സന്തോഷം, അല്ലെങ്കിൽ ഇപ്പൊ എന്ത് തോന്നുന്നു? പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുമ്പോഴാണ് വിൻസെന്റ് പോൾ അംഗങ്ങൾ സന്തോഷിക്കുന്നത്. എല്ലാവരും സഹകരിക്കുന്നു, എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, ഇടവകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ CC-യിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ 27 കൊല്ലമായി വിൻസെന്റ് പോൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്. CC-യുടെ മെയിനായിരുന്നു, കൺവീനറായിരുന്നു. ഞാനുള്ളപ്പോ ഉണ്ടായിരുന്ന പ്രസിഡന്റുമാരൊക്കെ മാറി മാറി ഇപ്പൊ 4ാമത്തെ ആളായി. അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അഭിമാനിക്കാം. അതിനൊപ്പം ഈ ഇവിടുത്തെ പ്രവർത്തനങ്ങളില്, അതുപോലെ പാവങ്ങളെ സഹായിക്കുന്നതില്, ഇടവകയിലെ സന്ദർശനം, അതുപോലെ രോഗികളെ സന്ദർശിക്കുക, ശുശ്രൂഷിക്കുക, കൊടുക്കുക, എല്ലാം ഉണ്ട്. എല്ലാത്തിനും നന്നായി സഹകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു റിട്ടയർഡ് ടീച്ചറാ. ഞാന് ഡീപോൾ വിൻസെൻഷൻ സ്കൂളിലെ പഠിപ്പിക്കാണ്. അപ്പൊ അതിന്റെ നമ്മുടെ മതത്തിന്റേതായിട്ടുള്ള എല്ലാം ഉണ്ട്. വിൻസെൻഷൻ കോൺഗ്രസിന്റെ. അപ്പൊ അവിടെ വിൻസെന്റ് ഇപ്പോൾ പുണ്യമുണ്ട്. ഓക്കെ, ശരി, താങ്ക് യു. എന്തായാലും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ. അപ്പോ ഈ ഒരു ചേച്ചിക്ക് കണ്ണിന് ഇത്തിരി കാഴ്ചക്കുറവുണ്ട്, അങ്ങനെ പോലും ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ ചേച്ചിയോട് ജസ്റ്റ് അതിന്റെ എക്സ്പീരിയൻസ് ചോദിക്കാം. ഇങ്ങനത്തെ ഇത്രയ്ക്കൊരു നമ്മൾ പലർക്കും എല്ലാ തരം അവയവങ്ങളും എല്ലാം വർക്ക് ചെയ്തിട്ട് ഒരു സംഘടനയിൽ പ്രവർത്തിക്കാതെ വെറുതെ വീട്ടിലിരിക്കുന്നവരുണ്ട്. അപ്പൊ അവരുടെ ഇടയിലൊക്കെ ചേച്ചി തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമുക്ക് ഈ ചേച്ചിയുടെ അടുത്ത് അതിന്റെ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചോദിച്ചാലോ. ചേച്ചി, എങ്ങനെയാണ് ഇത്രയും കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ഈ സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഒക്കെ എങ്ങനെ വന്നു? ഞങ്ങളുടെ വിൻസെന്റ് പോൾ സംഘടനയുടെ തത്വം തന്നെ ചെറിയവരിൽ, എളിയവരിൽ ക്രിസ്തുവിനെ ദർശിക്കുക എന്നുള്ളതാണ്. അത് വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോകുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ സംഘടനത്തെ എല്ലാവരും. അപ്പൊ ആ രീതിയിൽ ഞങ്ങൾക്കൂടെ പ്രവർത്തിക്കാൻ ധാരാളം. എനിക്ക് കണ്ണില്ലെങ്കിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉള്ളില് എന്താ പറയാ, ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ, വേദനകള്, അത് അത്തരത്തിലുള്ള ആളുകളെ ധാരാളം എനിക്ക് ഫോണിലൂടെ ആയാലും നേരിട്ടായാലും പല കുടുംബങ്ങളെയും എനിക്ക് നേരിട്ടാക്കിയിട്ട് ക്രിസ്തു ദർശനത്തിലൂടെ ഓരോരുത്തർക്ക് സമാധാനം കൊടുക്കാൻ എനിക്ക് ധാരാളം സാധിക്കാറുണ്ട്. പിന്നെ കണ്ണിന് കാഴ്ച കുറവാണെങ്കിലും എന്നെ കേന്ദ്ര സമിതിയിലേക്ക് ജോയിന്റ് കൺവീനറായിട്ടാണ് എന്നെ എടുത്തേക്കണത്. പിന്നെ വനിതകളുടെ ജോയിന്റ് കൺവീനർ. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ ഈ 75ാം വാർഷികമാണ് ഞങ്ങള് ഇവിടെ വിൻസെന്റ് പോളിന്റെ സംഘടന ഇവിടെ തുടങ്ങിയിട്ട്, തൃശ്ശൂർ തുടങ്ങിയിട്ട്. അപ്പൊ 75 വീടുകൾ പണിയാന്നുള്ളതിന്റെ ഞങ്ങളുടെ തത്വത്തിന് ഞങ്ങൾക്ക് ഇവിടെ തന്നെ 6 വീടുകൾ തയ്യൂര് തന്നെ പറ്റിയെന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരു ചാരിതാർത്ഥ്യം ഉണ്ട്. അങ്ങനെ പാവങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റി, ജാതിമത ഭേദമന്യേ ആർക്കും കൊടുക്കാനായിട്ട് ഈ സംഘടനയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതും ഞങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയാണ്. പല രീതിയിൽ കണ്ണിന് കാഴ്ച ഉണ്ടാവണം എന്നില്ല, നമുക്ക് പല രീതിയിൽ കണ്ണിന് മാത്രമല്ല, കണ്ണല്ലാത്ത നമുക്ക് കൈകളിലൂടെ ആയിരിക്കാം, അറിവിലൂടെ ആയിരിക്കാം, നമുക്ക് പല പുണ്യങ്ങളിലൂടെ നമുക്ക് ക്രിസ്തുവിനെ നമ്മളിലും വളർത്താൻ പറ്റും.
നമ്മളെ സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കൊടുക്കുക, ദൈവത്തെ സ്വീകരിക്കുക, ദൈവത്തെ കൊടുക്കുക എന്നുള്ള ആ തത്വം നമുക്ക് കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ ശരി, താങ്ക് യു. ചേച്ചിയുടെ പേര്? റോഷിനി. അയ്യോ അത് പറഞ്ഞില്ല അല്ലേ? കുഴപ്പമില്ല, പേര് ഓക്കെ. ടീച്ചർ ഇവിടുത്തെ സ്കൂളിൽ ആദ്യം ജോയിൻ ചെയ്തു. ഓക്കെ. അപ്പൊ ഇനിയും ചേച്ചിയുടെ കാര്യങ്ങൾ ഇത്തിരി നന്നായി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പൊ ശരിക്കും ചേച്ചി നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. നമുക്ക് എല്ലാതരം കഴിവുകളും എല്ലാം ഉണ്ടായിട്ട് നമ്മളൊന്നും ഉപയോഗിക്കാതെ വീട്ടിലിരിക്കുന്നവരുണ്ട് ചിലവര്. അപ്പൊ അവർക്കിടയിൽ ചേച്ചി ശരിക്കും ഒരു മാതൃകയാണ്. ശരിക്കും ഒരു മോട്ടിവേഷൻ നമുക്ക് പങ്കുവയ്ക്കാണ് ചേച്ചിയുടെ അനുഭവങ്ങൾ. എന്തായാലും ചേച്ചിയുടെ ഇനിയും കാര്യങ്ങളെല്ലാം ഏറ്റവും ഉയർച്ചയിലേക്ക് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്കെ, താങ്ക് യു. ഇവരാണ് തയ്യൂർ വിൻസെന്റ് പോളിന്റെ തൂണുകൾ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവരോട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം. ഒരു വീടല്ലേ തയ്യൂർ വിൻസെന്റ് പോൾ വന്നേക്കണേ. അപ്പൊ ആ ഒരു വീടിന്റെ എക്സ്പീരിയൻസ് മറ്റ് 5 വീട് പണിയാനായിട്ട് നിങ്ങൾ കുറെ സഹായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ ശരിക്കും നിങ്ങൾക്ക് സന്തോഷപൂർവ്വം അഭിമാനിക്കാം. അപ്പൊ എങ്ങനെ കാണുന്നു ഈ ഒരു കാര്യങ്ങളെ, അല്ലെങ്കിൽ ഈ ഒരു സന്തോഷം എങ്ങനെ പങ്കുവയ്ക്കും മറ്റുള്ള മുന്നിൽ? ഈ 6 വീടില് 5 വീട് തൃശ്ശൂർ അതിരൂപത സെൻട്രൽ കൗൺസിൽ നേരിട്ട് പണിത്, ഒരു വീട് തയ്യൂർ കോൺഫറൻസും പണിത്. അതിൽ പലരിൽ നിന്നുള്ള സംഭാവനയിലൂടെ 5 വീടുകൾക്ക് ഏകദേശം 60 ലക്ഷം രൂപയുടെ ചെലവാണ് ഈ പ്രോജക്റ്റിന് വന്നിട്ടുള്ളത്. അത് 10 സെന്റ് സ്ഥലം സ്വന്തമായി വാങ്ങിച്ച് സംഘടനയുടെ പേരിൽ 5 വീടുകളും തയ്യൂർ കോൺഫറൻസ് ഒരു വീടാണ് പണിതിട്ടുള്ളത്. അതിന്റെ തയ്യൂർ വീടിന്റെ കാര്യങ്ങളും ഇതിന്റെ കൺവീനറുമായിട്ടുള്ള ഫ്രാൻസിസ് ചേട്ടൻ അത് വിശദീകരിക്കും. ഫ്രാൻസ് ചേട്ടൻ എങ്ങനെ പോകണം തയ്യൂരത്തെ വിൻസെന്റ് പോൾ? നമ്മുടെ ആകെ മൊത്തം 10 സെന്റ് സ്ഥലം വാങ്ങിച്ചത്. അപ്പൊ 7 സെന്റ് സ്ഥലം സെൻട്രൽ കൗൺസിലിന് നമ്മൾ കൊടുത്തു. 3 സെന്റ് സ്ഥലം നമ്മുടെ ഇവിടെ പ്രാദേശിക ഞാൻ തന്നെ വാങ്ങിച്ച് സംഘടന പേരിൽ ദാനം കൊടുത്തു. അത് സംഘടന വീട് പണിയാണ്. അതിന് പണി പൂർത്തീകരിച്ച് വളരെ സന്തോഷമുണ്ട്. എല്ലാ വീടുകളിലും പണി വളരെ നന്നായി നടന്നിട്ടുണ്ട്. അത്ര നിങ്ങൾക്ക് ഇനി വേറെ ശരിക്കും ഇന്നത്തെ കാലത്ത് ഒരു 1000 രൂപയ്ക്ക് പോലും ആൾക്കാരും മടി പിടിച്ച് നിൽക്കുന്ന കാലത്ത് 60 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്ട് നടത്തി പറയുന്നു. അപ്പൊ ഈ പ്രൊജക്ടിലേക്ക് കുറെ പേര് സംഭാവന കേട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? തയ്യൂര് ഈ 6 വീടിന് പുറമെ ടോട്ടൽ അതിരൂപത തലത്തിൽ 75 വീടുകളാണ് പണിതിട്ടുള്ളത്. അതിന് ഏകദേശം 8.25 കോടി രൂപയോളാണ് ചെലവ് വന്നിട്ടുള്ളത്. സഹായിക്കുന്ന ധാരാളം പേര് ഇതിലുണ്ട്. അവരെല്ലാം വളരെ സന്തോഷപൂർവ്വം തന്നുകൊണ്ടാണ് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഈ 75 വീടുകളുടെയും മെയിൻ പ്രോജക്ട് ഓഫീസറായ ശ്രീ പിയൂസ് ഇതിനെ കുറിച്ച് 2 വാക്ക് പറയും. അപ്പൊ 75 വീടുകള് ഇപ്പൊ ഒരു വീട് പണിയാതെ നമുക്ക് വളരെ കഷ്ടപ്പാടാണ്. അപ്പൊ അതിനിടയിൽ 75 വീടുകൾ പ്രൊജക്ട് ഏറ്റെടുത്തപ്പോ എന്തായിരുന്നു അങ്ങനത്തെ ഒരു അനുഭവം തോന്നിയത്? അതായത് സെൻട്രൽ കൗൺസിലിന്റെ ഈ ജൂബിലി പ്രമാണിച്ച് നമ്മള് 75 വീട് അതിരൂപതയിലെ ഓരോ വിവിധ കോൺഫറൻസുകളിലായിട്ടാണ് നമ്മളിത് പണിതിരിക്കുന്നത്. അതായത് വിവിധ ഇടവകളില്. അപ്പോ അതില് ഒരു 52 വീടിന്റെ വെഞ്ചിരിപ്പ് കഴിഞ്ഞ് അവിടെ താമസമാക്കി. ബാക്കിയുള്ള വീടുകൾ അവസാനം മിനുക്ക് ഘട്ടത്തിലാണ്. ഇത് ഇത് ആരംഭിക്കുമ്പോൾ നമ്മുടെ ഒരു മനസ്സിലുള്ളത് ഇത് നമ്മുടെ ജൂബിലി പ്രമാണിച്ച് ഈ സമൂഹത്തിന് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ചെയ്തു കൊടുക്കാന്നുള്ളതാണ്. ഒട്ടനവധി പേര് ഇതിൽ സഹായിച്ചു. അത് ലക്ഷങ്ങളായിട്ട് സഹായിച്ചവരുണ്ട്, 1000 രൂപ മുതൽ സഹായിച്ചവരുണ്ട്. എല്ലാ പരിപാടിയും ഇപ്പൊ വളരെ നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു. അടുത്ത ഞങ്ങളുടെ പദ്ധതിയായിട്ട് ഇപ്പൊ ഞങ്ങൾ ആരംഭിക്കാൻ പോണത് ഇപ്പൊ സൗജന്യ ഡയാലിസിസ് പദ്ധതിയാണ്. അതിന്റെ ഉദ്ഘാടനം ആദ്യമായി ഒല്ലൂർ സെന്റ് വിൻസെന്റ് പോൾ ഹോസ്പിറ്റലിലാണ്. ഇത് ഇന്ന് 10:30 അവിടെ ഉദ്ഘാടനം ചെയ്യും. ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടികൾ. അടുത്ത നമ്മുടെ അതിനെ കുറിച്ച് സംസാരിക്കും നമ്മുടെ ജിനോ. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ഡയാലിസിസ് പ്രൊജക്ട് ആണ്. അപ്പൊ ഇനി അതിനെ കുറിച്ച് എങ്ങനെയാണ് അതിന്റെ ഫണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്? കാരണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യം ഈ ഡയാലിസിസ്. കാരണം ഒരുപാട് രോഗികളുണ്ട്. അപ്പൊ അവർക്ക് സാന്ത്വനമാകാൻ വേണ്ടിയിട്ടാണ് ഈ ഡയാലിസിസ് പ്രൊജക്ട്. കാരണം നമ്മൾ 6 ഹോസ്പിറ്റലുകളാണ് ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. തൃശ്ശൂരിലെ ഫേമസ് ആയ ജൂബിലി, അമല, വിൻസെന്റ് പോൾ ഹോസ്പിറ്റലാണ് ഇന്ന് ഒഫീഷ്യൽ ഇനോഗ്രേഷൻ വരുന്നത്. ചേലക്കര വരുന്നുണ്ട്, അതുപോലെ MI ഏങ്ങണ്ടി ഹോസ്പിറ്റൽ വരുന്നുണ്ട്, വേലുപ്പാണ് സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലുകളാണ് നമ്മുടെ മിഷൻ സ്പോൺസർ ചെയ്യാണ്. നമുക്ക് സ്പോൺസേഴ്സ് ഉണ്ട്. അവർ സ്പോൺസർ ചെയ്തുകൊണ്ട് നമുക്ക് 1500 ഡയാലിസിസ് ആണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇനിയും നിങ്ങളുടെ പ്രൊജക്ടുകൾ ഒന്നുകൂടി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്കെ, താങ്ക് യു. ഓക്കെ.
അപ്പൊ ഈ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഇന്റർനാഷണൽ പ്രസിഡന്റ് ആണ്. അപ്പൊ അവരുടെ അടുത്ത് ജസ്റ്റ് ഈ പ്രൊജക്ടിനെ കുറിച്ച് ഒന്ന് ചോദിക്കാം. കോയിത്തൽ este proyecto? Okay, so I will translate. Este proyecto de las 6 casas es un proyecto que toda la familia vicenciana estamos potenciando desde el año 2017. Es un proyecto 13 casas universal, lo estamos potenciando en todas partes del mundo. Y la Sociedad San Vicente de Paúl, que es la más grande de las ramas, está haciendo un gran esfuerzo en este proyecto en todos los países. Okay, gracias. Coitel este proyecto? Yes, yeah. Okay, so this is a project that belongs to the 13 Houses project that the Vincentian family is trying to promote in all the world. So he's really happy that you are following this initiative, and we think it's going to help many families in India, poor families. Okay, gracias. Thank you. Thank you. സത്യത്തിൽ ഇത്രയ്ക്കധികം നല്ലൊരു വീടൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം പാവപ്പെട്ടവർക്ക് ദാനമായിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇത്തിരി കൂടിയും വില കുറവ് അല്ലെങ്കിൽ ഇത്തിരിയും അധികം സൗകര്യമൊന്നും ഇല്ലാത്തൊരു വീടാണെന്നാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ ചിന്തിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഭയങ്കരമായിട്ട് അവർ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതിൽ വർക്ക് ചെയ്തതാണ്. കാരണം 2 ബെഡ്റൂം, അടിപൊളിയായിട്ടുള്ള നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു വാഷ്റൂം, പിന്നെ പുറത്തേക്കായാലും ഔട്ട്ഡോർ നല്ല സ്പേസ് ഉണ്ട്. നല്ല രീതിയിലാണ് അവർ വീടിൻ്റെ ഫ്രണ്ടേജ് ആയാലും ഉള്ളായാലും ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. അപ്പോൾ അവരുടെ ഒരു ഈ കഴിവിനെ എന്തായാലും നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് 5 പൈസ അവരുടെ നിന്ന് മേടിക്കാനാണ് അവർക്ക് ദാനമായിട്ട് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു പ്രവൃത്തിയെ നമ്മളെല്ലാവരും അവരുടെ ഈ പ്രവൃത്തിയെ നമ്മൾ എന്തായാലും അവരുടെ കാഴ്ചപ്പാടിനെയും അവരുടെ ഈ സൊസൈറ്റീനെയും അല്ലെങ്കിൽ അവരുടെ ടീം വർക്കിനെയും നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. അപ്പം ഇനിയും അവരുടെ മറ്റുള്ള കാര്യങ്ങൾ ഇത്തിരി നന്നാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മുമ്പ് യേശുക്രിസ്തു ഒരു വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏറ്റവും ചെറിയവന് ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് അത് ചെയ്തു തന്നതെന്ന്. ആ ഒരു വചനമാണ് എനിക്ക് ജസ്റ്റ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരണത്. കാരണം ഈ വിൻസെൻ്റ് പോൾ സംഘടന പരസ്നേഹത്തിനും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പുണ്യപ്രവൃത്തി അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവരുടെ ഈ സംഘടനയുടെ മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അത് ശരിക്കും നമുക്ക് അവരുടെ ഈ ഇതിനൊക്കെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. പിന്നെ അതുപോലെ തന്നെ ഈ വിൻസെൻ്റ് പോൾ സ്വർഗീയ മധ്യസ്ഥനായപ്പോൾ 1983 തോന്നുന്നുണ്ട് ഇതിൻ്റെ ഈ സംഘടനയെ രൂപം കൊള്ളിച്ചതൊക്കെ. അത് ആരാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ കൊല്ലാണ് തോന്നുന്നത്. ഇപ്പോൾ ആ സംഘടന 153 രാജ്യങ്ങളിലായിട്ട് ആഗോള തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സംഭവമായിട്ട് മാറി. ശരിക്കും അവരിങ്ങനെ ഈ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു ഇതുകൊണ്ടായിരിക്കാം ഈ ഒരു സംഘടന ഇത്രയ്ക്കധികം വളർന്നതും ഇത്രയ്ക്കധികം ഈ സ്പോൺസേഴ്സിനൊക്കെ കിട്ടിയിട്ടായാലും എങ്ങനെയായാലും ഒരു ഫണ്ടൊക്കെ കളക്ട് ചെയ്ത് ഇപ്പോൾ 75 വീടുകൾ പ്രൊജക്റ്റും കാര്യങ്ങളെല്ലാം നടത്തിയത്. അത് ശരിക്കും നമ്മൾ അവരുടെ ഈ ഒരു വർക്കിനെ നമ്മൾ അഭിനന്ദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഈ അവർ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നതാണ് ഡയാലിസിസിൻ്റെ ഇത്. അപ്പോൾ അവരുടെ ഇനി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ഏറ്റവും സന്തോഷപ്രദമാവട്ടെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനി ടാറ്റ, ബൈ ബൈ, സി യു, ടാറ്റ.